ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി പറഞ്ഞ പ്രകാരം തന്നെ സൂര്യ കാർ എടുത്തുകൊണ്ട് നന്ദിനിയും സൂര്യയും കൂടി പോവുകയാണ്. അപ്പോഴത്തേക്കും ഗംഗയുടെ ഗുണ്ടകൾ കാത്തു നിൽക്കുകയാണ് യതീന്ദ്രൻ്റെ കാർ പ്രതീക്ഷിച്ചുകൊണ്ട്. അങ്ങനെ വഴിയിൽ അവർക്ക് റോഡിൽ ഒരു തടസ്സം കാണുകയാണ്. അപ്പോൾ ആ സാധനങ്ങൾ തടസ്സപ്പെടുത്താൻ ഉപയോഗിച്ച സാധനങ്ങൾ എടുത്തു മാറ്റാൻ വേണ്ടി യതീന്ദ്രനും രഞ്ജിത്തും ഉദയനൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ അത് എടുത്തു മാറ്റുന്നതിൻ്റെ ഇടയ്ക്കാണ് ഗുണ്ടകൾ അവിടേക്ക് വരുന്നത്. എന്നിട്ട് രഞ്ജിത്തിനും യതീന്ദ്രനും ഉദയനൊക്കെ ഇട്ട് നന്നായിട്ട് തന്നെ അവർ വടിവെച്ച് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജിത്ത് ചെറുതായിട്ടൊന്ന് തിരിച്ചടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും ഒരുപാട് ഗുണ്ടകൾ ഉള്ളത് കൊണ്ട് തന്നെ രഞ്ജിത്തിനെയും ഉദയനെയും യതീന്ദ്രനെയൊക്കെ വളഞ്ഞിട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കൃത്യസമയത്ത് തന്നെ സൂര്യ അവിടെ എത്തുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യ എല്ലാവർക്കും കണക്കിന് കൊടുക്കുകയാണ്. അങ്ങനെ സൂര്യയുടെ അടി സഹിക്കാൻ കഴിയാതെ ഗുണ്ടകൾ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യ വരുന്നതിൻ്റെ മുന്നേ കാറിൽ നിന്നും പത്മയും വേദയും വന്ദനയൊക്കെ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവരൊക്കെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കരയുകയാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യയുടെ വരവ്. അങ്ങനെ സൂര്യ എല്ലാവരെയും പറന്നടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഗുണ്ടകളെല്ലാവരും കൂടി സൂര്യയുടെ അടി താങ്ങാൻ കഴിയാതെ അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. അപ്പോൾ നന്ദിനി അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്നിട്ട് നന്ദിനിയുടെ കയ്യിൽ നിന്നും ഗുണ്ടയ്ക്ക് വടി കൊണ്ട് അടി കിട്ടുന്നുണ്ട്. അങ്ങനെ യതീന്ദ്രൻ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഞാനാണ് സൂര്യ സാറിനോട് ഇവിടേക്ക് വരാൻ പറഞ്ഞത് എന്ന് പറയട്ടോ. അങ്ങനെ സൂര്യയോട് യതീന്ദ്രൻ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എന്താ സൂര്യ നന്ദിനിയും കൂട്ടി ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ കാര്യം പറയുകയാണ്. നന്ദിനിയാണ് അച്ഛാ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. നന്ദിനിയുടെ മനസ്സിൽ നിങ്ങൾ പോന്ന മുതൽക്കും ഒരു അസ്വസ്ഥത പോലെ തോന്നിയിരുന്നു. നന്ദിനിയാണ് എന്നോട് പറഞ്ഞത് അച്ഛനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന് അവൾക്ക് തോന്നിയിരുന്നത്രേ. അതുകൊണ്ടാണ് അവളുടെ സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ കാർ എടുത്തുകൊണ്ട് അവളെയും കൂട്ടി വന്നത്. അല്ലാതെ നന്ദിനി പറഞ്ഞതൊന്നും ഞാൻ ആ സമയത്ത് അത്ര കാര്യമാക്കിയിരുന്നില്ല. നന്ദിനി വെറുതെ പറയുന്നതായിരിക്കും, ഒന്നല്ലെങ്കിൽ നന്ദിനിക്കും ക്ഷേത്രത്തിലേക്ക് വരാൻ വേണ്ടിയായിരിക്കും എന്നൊക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ നന്ദിനി പറയുന്നതിലും വാസ്തവമുണ്ട് എന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവരാരാണച്ചാ എന്ന് ചോദിക്കുമ്പോൾ യതീന്ദ്രൻ പറയുന്നത് അറിയില്ല. പെട്ടെന്ന് വഴിയിൽ തടസ്സമായിട്ട് കുറേ വിറകും കല്ലുമൊക്കെ വെച്ചത് കണ്ടപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഞങ്ങൾ കാറിൽ നിന്നും ഇറങ്ങിയത്. പെട്ടെന്നാണ് അവരുടെ ആക്രമണം ഉണ്ടായതും. അപ്പോൾ രഞ്ജിത്തിനും ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടപ്പോൾ രഞ്ജിത്ത് പറയാണ് അത് പിന്നെ പെട്ടെന്നുള്ള ആക്രമണമായത് കൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇവരെ ഒന്നും ഒരു പ്രശ്നവുമില്ല. എത്ര പേര് വന്നാലും ഞാൻ അവരെ എല്ലാം നിലംപരിശമാക്കുമെന്ന് പറയുമ്പോൾ സൂര്യയ്ക്ക് കാര്യം മനസ്സിലാവാണ്. ഇവന് ഒരാളെ പോലും തിരിച്ചടിക്കാനുള്ള ഒരു ശേഷി പോലും ഇല്ല എന്നുള്ള ഭാവത്തിലോട്ടോ. സൂര്യ രഞ്ജിത്തിനെ കളിയാക്കിയ മട്ടിൽ പറയാം, എനിക്ക് മനസ്സിലാകുന്നുണ്ട്, എനിക്ക് എത്ര പേര് വന്നാലും നിനക്ക് നേരിടാനുള്ള കഴിവുണ്ട് എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. എന്നിട്ട് സൂര്യ പറയണ അച്ഛാ എന്നാൽ എൻ്റെ കാറിൽ എല്ലാവർക്കും കൂടി വരണോ എന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, നീയും നന്ദിനിയും കൂടി ഇനിയിപ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നേക്ക് എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി കാറിൽ പോവാൻ കേട്ടോ. അങ്ങനെ നന്ദിനിയും സൂര്യയും ഒരു കാറിലും മറ്റേ കാറിൽ എല്ലാവരും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ചെന്ന ഉടനെ അവിടെ ഗംഗ നിൽക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ ഗംഗ അവരെ നന്നായിട്ട് സ്വീകരിക്കാൻ, വരൂ ചേച്ചി ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് ഗംഗ ഒന്നും അറിയാത്ത ഭാവത്തിലാണ് സംസാരിക്കുന്നത്. എന്നിട്ട് പൂജാരിയെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂജാരി വന്നിട്ട് പത്മയോട് ചോദിക്കുകയാണ്, അല്ല എന്താ നിങ്ങൾ ഒന്നും കൊണ്ടുവന്നില്ലേ, പൂവും പുടവയും ഒന്നും നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പൂജാരി ഞങ്ങൾ പെട്ടെന്നുള്ള വരവിൽ ഞങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഒരു ഓർമ്മ ഉണ്ടായില്ല എന്ന് പറയുമ്പോഴത്തേക്കും നന്ദിനി അവിടേക്ക് ഓടി വരികയാണ് കേട്ടോ. ദാ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്പോൾ നന്ദിനി ഒരു തട്ടിൽ നിറയെ പൂക്കളും പഴങ്ങളും ഒരു സാരിയൊക്കെ വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നന്ദിനി ഇത് കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ പത്മയ്ക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല കേട്ടോ. അങ്ങനെ പത്മയുടെ കയ്യിൽ നന്ദിനി കൊടുക്കുകയാണ്. അപ്പോൾ പത്മ അത് വാങ്ങിക്കാൻ കൂട്ടാക്കാതെ നിൽക്കട്ടെ. അപ്പോൾ യതീന്ദ്രൻ പറയണേ, പത്മ ഈ സമയത്ത് നിൻ്റെ വാശിയൊന്നും കാണിക്കല്ലേ, ഏതായാലും നമ്മൾ കൊണ്ടുവരാൻ മറന്നു, പക്ഷേ നന്ദിനി അത് ഓർത്ത് കൊണ്ടുവന്നല്ലോ, അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ നോക്ക് പത്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പത്മ ഒന്നും മിണ്ടാതെ മനസ്സില്ലാ മനസ്സോടെ നന്ദിനിയുടെ കയ്യിൽ നിന്നും ആ തട്ട് വാങ്ങുകയാണ്. എന്നിട്ട് പൂജാരിയുടെ കയ്യിലേക്ക് പത്മ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഗംഗയടക്കം എല്ലാവരും കൂടി പൂജാരിയുടെ ഒപ്പം ചെല്ലുകയാണ്. ഗംഗയാണെങ്കിലോ നല്ല കലിപ്പിലാണ്. അവർക്ക് മുന്നിൽ ഒന്നും അറിയാത്ത ഭാവത്തിൽ നല്ലവളായിട്ട് അഭിനയിച്ചുകൊണ്ടാണ് അവരുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഗംഗയെ ഗുണ്ട വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾക്ക് അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും സൂര്യ വന്ന് രക്ഷപ്പെടുത്തിയ കാര്യമൊക്കെ ഗംഗയെ ഗുണ്ട വിളിച്ച് പറയുന്ന സമയത്ത് ഗംഗ ആ ഗുണ്ടയെ നല്ല തെറിയൊക്കെ വിളിച്ചിട്ടാണ് ഫോൺ വയ്ക്കുന്നത്. നിങ്ങളെ ഒന്നും ഒരു പണിയും ഏൽപ്പിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ ചീത്ത പറഞ്ഞിട്ടാണ് കേട്ടോ ഫോൺ വയ്ക്കുന്നത്. അതിൻ്റെ ശേഷമാണ് ഇവരുടെ വരവ്. അങ്ങനെ ഗംഗ നല്ലവളായിട്ട് അഭിനയിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗംഗ പൂജാരിയെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ
തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം, അവർക്ക് ഒരു സംശയവും വരരുത് എന്നുള്ള മട്ടിലാണ് കേട്ടോ ഗംഗ പൂജാരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കാശ് കൊടുത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ പൂജാരി കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയ ശേഷം പറയുകയാണ്, നല്ല പൊരുത്തമാണ്, രഞ്ജിത്തും വേദയും അവരുടെ ജാതകം നന്നായിട്ട് ചേരുന്നുണ്ട്, നല്ല പൊരുത്തമുള്ള ജോഡികളാണ് എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് തന്നെ തള്ളിവിടുകയാണ് കേട്ടോ. അങ്ങനെ അത് കേൾക്കുന്ന പത്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവാണ് കേട്ടോ. അപ്പോഴൊക്കെ ഗംഗ ഇനി അടുത്തത് ഞാൻ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഓരോന്നും കണക്ക് കൂട്ടി നിൽക്കുന്നത്. തൽക്കാലം നീ രക്ഷപ്പെട്ടു, നിന്റെ ഭർത്താവിനെ ഞാൻ ഇല്ലാതാക്കണമെന്നാണ് ഞാൻ കരുതിയത്, എന്നിട്ട് വേണം നിന്റെ കണ്ണുനീര് എനിക്ക് കാണാൻ, അതിനു വേണ്ടിയാണ്. എന്തായാലും ഈ പ്ലാൻ എൻ്റെ ചീറ്റിപ്പോയെങ്കിലും ഇനി അടുത്ത പ്ലാൻ ഒരിക്കലും ചീറ്റിപ്പോവില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഗംഗ പറഞ്ഞ പ്രകാരം തന്നെ പൂജാരി എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് തന്നെയാണ് അവരോട് പറയുന്നത്. അത് കേൾക്കുന്ന ഉദയനും യതീന്ദ്രനും പത്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നന്ദിനിക്കൊക്കെ സന്തോഷമാവുകയാണ്. അങ്ങനെ അവരുടെ ഇടയിൽ നിന്ന് അങ്ങ് മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ രാജീവ് ചോദിക്കുകയാണ്, അല്ല എന്തായി കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഏട്ടാ, എന്താ ഏട്ടൻ മാറി നിന്നത്? അത് പിന്നെ ഞാനും നിന്നോടൊപ്പം എല്ലാത്തിനും ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും സംശയം തോന്നും, അതിനാണ് ഞാൻ മാറി നിന്നത്, അവർക്കൊരു സംശയത്തിന് ഇട കൊടുക്കരുതല്ലോ. അല്ല എന്താ ഗംഗ നീ കാണിച്ചത്? നീ എന്തിനാണ് പൂജാരിയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്? എന്താണ് നിൻ്റെ പ്ലാൻ? അടുത്ത പ്ലാൻ എന്താണ്? ഇപ്പോൾ ഞാൻ പറയിപ്പിച്ചത് പൂജാരിക്ക് പണം കൊടുത്ത് തന്നെയാണ് ഞാൻ അവർക്ക് സന്തോഷം വരുന്ന രീതിയിൽ പൂജാരിയെ കൊണ്ട് പറയിപ്പിച്ചതൊക്കെ. പക്ഷേ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഏട്ടാ. പത്മയുടെ വീട്ടിൽ ഒരിക്കലും ഒരു സന്തോഷം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ അതിന് സമ്മതിക്കില്ല. എൻ്റെ ഏട്ടന് ഞാൻ വാക്ക് കൊടുത്തതാണ് പത്മയുടെ വീട്ടിൽ ഞാനൊരു മരണം ഉടനെ തന്നെ നടത്തുമെന്നുള്ളത്. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ രാജുവിനോട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അല്ല ഗംഗ, നീ ഇനിയിപ്പോൾ അടുത്ത പ്ലാൻ എന്താണ് ഉദ്ദേശിച്ചത്? ഞാൻ അവരുടെ വീട്ടിലേക്ക് ഒരു വിഗ്രഹം കൊണ്ടു കൊടുത്തിട്ടില്ലേ? ഇനി ആ വിഗ്രഹം വെച്ചാണ് ഇനി അടുത്ത ഒരു ബോംബ് തന്നെ, ഒരു സ്ഫോടനം തന്നെ അവരുടെ വീട്ടിൽ ഉണ്ടാവാൻ പോകുന്നത്. അതൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഏട്ടാ. രാജീവേട്ടൻ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് ഞാൻ ആ വിഗ്രഹത്തിൽ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് ഞാൻ എന്താണെന്നുള്ളത് രാജീവേട്ടനോട് ഇപ്പം തൽക്കാലം ഞാൻ പറയുന്നില്ല എന്ന് പറയട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് ക്ഷേത്രത്തിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം യതീന്ദ്രന് ഗുണ്ടയുടെ കയ്യിൽ നിന്നും ഒരു ചെറിയ അടി കിട്ടുന്നുണ്ട് കൈക്ക്. അപ്പോൾ ആ വേദന കാരണം അവിടെ ഓയിൽമെൻ്റ് ഒക്കെ പുരട്ടുകയാണ്. അപ്പോഴാണ് അവിടേക്ക് പത്മ വരുന്നത്. എന്നിട്ട് പത്മ ചോദിക്കുകയാണ്, എന്താ നല്ല വേദനയുണ്ടോ, എന്നാൽ ഹോസ്പിറ്റലിലേക്ക് പോകണോ എന്ന് ചോദിക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇതൊന്ന് പുരട്ടിയാൽ തന്നെ വേദന മാറിക്കോളും. അപ്പോൾ പത്മ പറയാണ്, ആ ഗുണ്ടകൾ ആരാണാവോ എന്തിനാണാവോ അവർ നമ്മളെ വന്ന് ഉപദ്രവിച്ചത്? എന്തായാലും സൂര്യ കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും രക്ഷപ്പെട്ടത്, അല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ യതീന്ദ്രൻ പറയാണ്, ഈശ്വരൻ നമ്മളെ കൈവിടില്ല, അതുകൊണ്ടാണ് നന്ദിനിക്ക് ആ സമയത്ത് അങ്ങനെ തോന്നിയതും സൂര്യയെ കൊണ്ട് നന്ദിനി അവിടേക്ക് വന്നതും എന്ന് പറഞ്ഞപ്പോൾ, ഓ തുടങ്ങിയോ നന്ദിനിയുടെ പുരാണം പറച്ചിൽ? യതീന്ദ്രൻ നന്ദിനിയുടെ നല്ലത് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും പത്മയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. എന്നിട്ട് പത്മ നന്ദിനിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ യതീന്ദ്രൻ പറഞ്ഞു തുടങ്ങുമ്പോഴത്തേക്കും അവിടെ അത് സ്റ്റോപ്പാക്കുകയാണ്. എന്നിട്ട് പറയണ, അല്ല ഇനിയിപ്പോൾ അധികം വൈകിക്കണ്ടല്ലോ, വേദയുടെയും രഞ്ജിത്തിൻ്റെയും വിവാഹം പെട്ടെന്നങ്ങ് നടത്തിയാലോ? ഇതിപ്പോൾ എന്താ പെട്ടെന്ന് നിൻ്റെ തീരുമാനം മാറിയത്? 3 മാസം വരെ സമയമുണ്ടല്ലോ, അതിനുള്ളിൽ നടത്തിയാൽ പോരെ? അല്ല ഇനിയിപ്പോൾ എന്തിനാണ് ഇങ്ങനെ താമസിപ്പിക്കുന്നത്? അപ്പോൾ യതീന്ദ്രൻ പറയാണ്, എന്തിനാണ് ഇങ്ങനെ ധൃതി പിടിക്കുന്നത് പത്മം? അല്ല എനിക്ക് ആ ഗംഗയിൽ അത്ര വിശ്വാസമില്ല, ഗംഗ ഈ കല്യാണം മുടക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ യതീന്ദ്രൻ പറഞ്ഞു, അത് ശരിയാണ് നീ പറഞ്ഞത്. അല്ല എന്തിനാണാവോ ഗംഗ നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്ന സമയത്ത് അവളും അവിടെ ഉണ്ടല്ലോ, എന്തുദ്ദേശിച്ചാണാവോ അവൾ അവിടേക്ക് വന്നത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഗംഗ എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചിട്ടുണ്ട്, ഈ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള എന്തോ ഒരു പ്ലാൻ അവൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിവാഹം പെട്ടെന്ന് നടത്താം എന്നൊക്കെ പറയുന്നത്. സൂര്യ ഗുണ്ടകളെ പിടിച്ച് നല്ലതായിട്ട് കണക്കിന് കൊടുക്കുന്ന സമയത്ത് അതിലെ ഒരു ഗുണ്ടയെ സൂര്യ പിടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവരോട് ചോദിച്ചറിയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വഴിയിൽ തടഞ്ഞതും ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും? നിങ്ങൾ ആരാണ് പറഞ്ഞു വിട്ടത്? മര്യാദക്ക് ആരാണെങ്കിലും അവരുടെ പേര് മര്യാദക്ക് നീ സത്യം പറഞ്ഞോ എന്ന് പറയുമ്പോൾ ആ ഗുണ്ട പറയാനൊക്കെ ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഗംഗയുടെ പേര് പറയാൻ ഒരുങ്ങുമ്പോഴത്തേക്കും സൂര്യയെ തള്ളി മാറ്റിയ ശേഷം ആ ഗുണ്ട അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അങ്ങനെ തലനാരിഴക്കാണ് ഗംഗയാണ് ഇതിൻ്റെ പിറകിൽ കളിക്കുന്നത് എന്നുള്ളത് സൂര്യ അറിയാതെ പോകുന്നത്. പക്ഷേ സൂര്യക്ക് ഇനി ഗംഗയിൽ സംശയം വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.